ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര മൂന്നാറിലോട്ടാണ് കേട്ടോ. മൂന്നാറിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള, എല്ലാവരും ഒരിക്കലെങ്കിലും പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മീശപ്പുലിമല എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മുടെ കേരളീയരുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള സ്വർഗമാണോ അതോ ഭൂമിയാണോ ഇതൊന്നു പോലും നമുക്ക് ഡൗട്ട് തോന്നിക്കുന്ന രീതിയിലുള്ളൊരു നാച്ചുറൽ ബ്യൂട്ടിയാണ് മീശപ്പുലിമല. മീശപ്പുലിമല ട്രക്കിങ് ഒരു 1 ഡേ ട്രക്കിംഗ് ആണ് കേട്ടോ. കേരളത്തിലെ തന്നെ 2nd ഹയസ്റ്റ് പീക്കാണ് മീശപ്പുലിമല. അതുപോലെ ട്രക്ക് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് ഹയസ്റ്റ് പീക്കുമാണ്. കേരളത്തിലെ ഹയസ്റ്റ് പീക്കായിട്ടുള്ള ആനമുടി ഏകദേശം 2690 മീറ്ററാണ് ഹൈറ്റ്. അതുപോലെ നമ്മുടെ മീശപ്പുലിമലയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 2640 മീറ്ററാണ്. അപ്പോൾ ഇന്ന് ഞാൻ യാത്ര തുടങ്ങിയത് ട്രിവാൻഡ്രത്തു നിന്നാണ്. നൈറ്റ് ഇവിടുന്ന് ഡയറക്റ്റ് KSRTC ബുക്ക് ചെയ്യുകയാണ് ചെയ്തത് മൂന്നാറിലേക്ക്. മോർണിംഗ് മൂന്നാറിലെത്തുന്ന ടൈമിലത്തെ ബസ്സാണ് ബുക്ക് ചെയ്തത്. ബസ്സിൽ പോകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പ്ലാന്റേഷൻസും കാപ്പിത്തോട്ടങ്ങളും എല്ലാം കാണാം. അതുപോലെ തന്നെ നല്ല അടിപൊളി വെതറാണ്. ഇവിടെ നിന്ന് തന്നെ നല്ല അത്യാവശ്യം ചെറിയ തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് പോകുന്ന എല്ലാവർക്കും ഒരുവിധം ഇങ്ങനെ തണുപ്പുള്ള നല്ലൊരു വെതറായിരിക്കും. മൂന്നാർ എത്തിയതിന് ശേഷം അവിടെ നിന്ന് ഹൈക്കർ ഇന്ത്യയുടെ കൂടെയായിരുന്നു ഞങ്ങൾ ജോയിൻ ചെയ്തത്. സോ അവിടെ അവർ ജീപ്പ് ഫെസിലിറ്റീസും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു 10-35 കിലോമീറ്റർ മുന്നോട്ട് പോകണം നമ്മുടെ ബേസ് ക്യാമ്പിൽ എത്താൻ വേണ്ടിയിട്ട്. സോ അങ്ങോട്ട് ജീപ്പ് ഫെസിലിറ്റീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പാക്കേജ് എടുത്ത കാരണം ജീപ്പെല്ലാം ഓൾറെഡി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺ വെഹിക്കിൾ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ഈ വഴി വരാൻ പറ്റും. പക്ഷേ എന്നാലും ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീപ്പ് എടുക്കേണ്ടി വരും. അപ്പോൾ മൂന്നാറിൽ നിന്ന് ജീപ്പ് എടുത്താലും ഇവിടുന്ന് ജീപ്പ് എടുത്താലും ഏകദേശം ഒരു സെയിം എമൗണ്ട് തന്നെയാണ് പേ ചെയ്യേണ്ടി വരിക. അത് ഏകദേശം 3500-4000 രൂപ അടുപ്പിച്ച് നമ്മൾ ജീപ്പിന് കൊടുക്കേണ്ടി വരും. 5-6 ആളുകളായിട്ടാണ് ഒരു ജീപ്പ് എപ്പോഴും പോകുന്നത്. സോ അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പോയാലും 6 പേരുണ്ടെങ്കിലും നമ്മൾ ഈ സെയിം എമൗണ്ട് തന്നെ കൊടുക്കണം. സോ നമ്മൾ ഒറ്റയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടീമിൻ്റെ ഒപ്പം ജോയിൻ ചെയ്ത് വരുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമ്മൾ ആദ്യം പോയത് ഫോറസ്റ്റ് ഓഫീസിലോട്ടാണ് എൻട്രി പാസ് എടുക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ പാക്കേജിൽ വന്ന കാരണം അവർ തന്നെ എൻട്രി പാസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എൻട്രി പാസ് എടുത്തതിന് ശേഷം സെയിം ജീപ്പിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ബാക്കിയുള്ള ദൂരം പോകുന്നത്. ഏകദേശം ഒരു 25 കിലോമീറ്ററോളം സൈലൻറ്റ് വാലി ടീ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ പ്രദേശത്തൂടെയാണ് നമ്മൾ ജീപ്പിൽ പോകുന്നത്. നമ്മൾ ഈ ജീപ്പിൽ സൈലൻറ്റ് വാലി ടീ എസ്റ്റേറ്റിലൂടെ പോകുന്ന വഴിക്ക് ഒരു ടീ ഷോപ്പ് ഉണ്ട്. സോ അവിടെ ഒരു 10 മിനിറ്റ് അലോ ചെയ്തിട്ടുണ്ട് ഫോട്ടോ എടുക്കാനെല്ലാം വേണ്ടിയിട്ട്. ഇതൊരു നല്ല അടിപൊളി സ്ഥലമാണെന്ന്. അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്തത്. സോ ഇവിടെ നല്ല പനോരമിക് സീൻസും അതുപോലെ തന്നെ മീശപ്പുലിമലയുടെ ആ ടോപ്പിലുള്ള മേഘങ്ങളുടെ സീൻസെല്ലാം ഇവിടുന്ന് തന്നെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. സോ അതിൻ്റെയൊക്കെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ നിന്നെടുത്തു. അപ്പോൾ ഈ ടീ പ്ലാന്റേഷൻ്റെ അവിടെ ഇറങ്ങുമ്പോഴും ചില സ്ഥലത്തൊക്കെ നമുക്ക് അട്ടയുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നടക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ ഈ പോകുന്ന വഴിയെല്ലാം ഓഫ് റോഡാണ്. ഏകദേശം ഒരു 30 കിലോമീറ്റർ നമ്മൾ ഈ ഓഫ് റോഡ് വന്നു കഴിഞ്ഞാൽ നമ്മളിത് ഈ കാണുന്ന ബേസ് ക്യാമ്പിലെത്തും. ഇത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബേസ് ക്യാമ്പാണ്. ഇവിടെയാണ് നോർമലി മീശപ്പുലിമല ക്യാമ്പ് എല്ലാവരും ഓർഗനൈസ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് പാക്കേജ് കോസ്റ്റ് എല്ലാം കൂടി അറൗണ്ട് ഒരു 3800 രൂപയാണ് ആയത്. പിന്നെ എക്സ്ട്രാ വന്നത് ബസ് ചാർജ് മാത്രമാണ്. ബാക്കി ഫുഡെല്ലാം പാക്കേജിനകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നു. സോ ഇതാണ് നമ്മുടെ ബേസ് ക്യാമ്പ്. ബേസ് ക്യാമ്പിന് അടുത്ത് തന്നെ നമുക്ക് നല്ല ബാത്റൂം ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലതാണ്. പിന്നെ വളരെ നല്ല രീതിയിൽ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഈ ബേസ് ക്യാമ്പിന് പുറത്തൂടെ നമ്മൾ നടക്കുമ്പോഴും അട്ടശല്യം ഉണ്ടാവും. സോ നമ്മൾ സാനിറ്റൈസർ എപ്പോഴും കയ്യിൽ വയ്ക്കുന്നത് നല്ലതാണ്. സോ ഇത് ഏറ്റവും താഴെയുള്ള ബേസ് ക്യാമ്പാണ്. ഇവിടെ ബേസിക്കലി ടെൻറ്റ് സ്റ്റേ മാത്രമാണുള്ളത്. അതെല്ലാം നിങ്ങൾക്ക് ടെൻറ്റ് സ്റ്റേ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് റോഡോ മാൻഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അത് ഇവിടെ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ മുകളിലായിട്ടാണ്. അവിടെ റോഡോ മാൻഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് റൂം എടുക്കാൻ പറ്റും. പക്ഷേ റോഡോ മാൻഷൻ ആണെങ്കിൽ കോസ്റ്റ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. പിന്നെ മീശപ്പുലിമലയുടെ ആ ഒരു ഫുൾ വൈബ് കിട്ടണമെങ്കിൽ ടെൻറ്റ് സ്റ്റേ ആണ് ഏറ്റവും നല്ലത്. സോ ഈ ഹൈക്കർ ഇന്ത്യയുടെ പാക്കേജ് ഒന്ന് ചുരുക്കി പറയാം. സോ അവർ നമ്മളെ പിക്ക് ചെയ്യുന്നത് മൂന്നാർ ടൗൺ പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ നിന്നാണ്. സോ അവിടെ നിന്ന് പിക്ക് ചെയ്തതിന് ശേഷം വരുന്ന ജീപ്പും അതുപോലെ തന്നെ എൻട്രി പാസും എല്ലാം അവർ നോക്കിക്കോളും. അതിനുശേഷം നമ്മൾ ബേസ് ക്യാമ്പിൽ എത്തിയതിന് ശേഷം ഉച്ചയ്ക്കുള്ള ലഞ്ച് കഴിച്ചതിന് ശേഷം കുറിഞ്ഞി വാലി എന്ന് പറഞ്ഞ് അടുത്തൊരു വാട്ടർഫാൾസ് ഉണ്ട്. അവിടേക്ക് ഏകദേശം ഒരു 2.5 കിലോമീറ്ററാണ് ഒരു സൈഡ് ട്രക്കിംഗ് ഉള്ളത്. സോ അങ്ങോട്ട് പോകും. അന്ന് തന്നെ കുറിഞ്ഞി വാലി വാട്ടർഫാൾസ് കാണാൻ പോകും. അതിനുശേഷം തിരിച്ച് വന്നതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ റോഡോ മാൻഷൻ്റെ അവിടെ സൺറൈസ് വ്യൂ പോയിന്റിലെത്തും. സൺറൈസ് വ്യൂ പോയിന്റ് കണ്ടതിന് ശേഷം നേരെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. വൈകുന്നേരം ഒരു 3 മണി ആവുന്നതോടെ ട്രക്കിംഗ് ഫുൾ കഴിഞ്ഞ് തിരിച്ചെത്തി നമുക്ക് അവിടുന്ന് ഭക്ഷണവും കഴിച്ചിട്ട് തിരിച്ചു വരാൻ പറ്റും. സോ അങ്ങനെ ഒരു 2 ദിവസത്തെ പാക്കേജാണ്. കുറച്ച് അഫോർഡബിൾ ആയിട്ട് നല്ല പാക്കേജായിട്ടും തോന്നി. പിന്നെ നമ്മൾ അഥവാ ഒറ്റയ്ക്ക് വരാൻ പ്ലാൻ ചെയ്യണമെങ്കിൽ KFDCയുടെ
സൈറ്റ് വഴി ബുക്ക് ചെയ്ത് മാത്രമേ നമുക്ക് വരാൻ പറ്റൂ. സോ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് വരാൻ പറ്റും. പക്ഷേ സോളോ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എക്സ്പെൻസ് കൂടുതലായിരിക്കും. മിനിമം ഒരു 6-7 പേരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നൊരു ബഡ്ജറ്റ് ട്രിപ്പായിട്ട് മീശപ്പുലിമല വന്ന് പോകാൻ പറ്റും. നമ്മുടെ ഈ 10 സ്റ്റേ ഉള്ള ബേസ് ക്യാമ്പിൽ ഇവിടെ ബേസിക്കായിട്ട് നമുക്ക് ഡൈനിങ് ഏരിയ ഉണ്ട്. അതുപോലെ ഇവിടെ നമ്മുടെ ടെൻ്റെല്ലാം ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ന് വൈകുന്നേരം ഡിന്നർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഡേ 1 ഒരു ക്യാമ്പ് ഫയർ ഉണ്ട്. സോ ക്യാമ്പ് ഫയർ ആക്ച്വലി ഇവിടെ മസ്റ്റാണ്. കാരണം രാത്രിയെല്ലാം ഭയങ്കര തണുപ്പായിരിക്കും. സോ നമുക്ക് കുറച്ച് നേരം ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഷൂസും ഡ്രസ്സെല്ലാം ഒന്ന് ഉണങ്ങാനും എല്ലാം നല്ലൊരു ഓപ്ഷനാണ്. സോ നൈറ്റുള്ള ക്യാമ്പ് ഫയർ നമുക്ക് നല്ല അടിപൊളിയായിരുന്നു. കാരണം അത്രയും നേരം ഭയങ്കര തണുപ്പായിരുന്നു. സോ ക്യാമ്പ് ഫയർ കുറച്ച് തീൻ്റെ ചൂടൊക്കെ കൊണ്ടപ്പോൾ നമുക്ക് ആ തണുപ്പൊന്ന് കുറഞ്ഞ് കിട്ടി. സോ അതിന് ശേഷമാണ് നമ്മൾ രാത്രി ടെൻറ്റിൽ പോയത്. സോ ടെൻറ്റിനകത്ത് സ്ലീപ്പിംഗ് ബാഗെല്ലാം പ്രൊവൈഡ് ചെയ്തിരുന്നു. സോ പുറത്തുനിന്ന് നമ്മൾ ടെൻറ്റിനകത്ത് കയറുമ്പോഴും അതിനകത്ത് അട്ട കയറാതെ എന്തായാലും സൂക്ഷിക്കണം. കാരണം ചെറുതായൊന്ന് മഴ നനഞ്ഞാൽ പോലും നമ്മുടെ ഈ ബേസ് ക്യാമ്പ് നിൽക്കുന്ന സ്ഥലത്ത് അട്ടകൾ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങാൻ തുടങ്ങിയിരുന്നു. ഞങ്ങൾ ഉള്ള സമയത്തും രാത്രി ഇതുപോലെ ഒരു ചെറിയ ചാറ്റൽ മഴ ഉണ്ടായി. സോ ചെറിയ അട്ടകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടിരുന്നു. സോ കുറിഞ്ഞിവാലി ട്രക്കിങ്ങിന് നമ്മൾ ഇറങ്ങിയ സമയത്ത് ഇതുപോലെ മഴ പെയ്തിരുന്നു. അത്യാവശ്യം നല്ലൊരു മഴയായിരുന്നു. കുറിഞ്ഞിവാലി വാട്ടർഫാൾസിലോട്ട് പോകുന്ന വഴിയെല്ലാം മഴ പെയ്തു കഴിഞ്ഞാൽ നല്ല സ്ലിപ്പറിയാണ്. അതുകൊണ്ട് നോർമൽ ചപ്പൽസ് എല്ലാം ഇട്ടിട്ട് വരികയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് നല്ല വീഴ്ചകൾ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. മഴയത്ത് കുറച്ച് വീണ് വാട്ടർഫാൾസ് വരെ നമ്മൾ പോയി. പിന്നെ നല്ല മഴയായതുകൊണ്ട് വാട്ടർഫാൾസിൽ വളരെ കുറച്ച് നേരമേ സ്പെൻഡ് ചെയ്തുള്ളൂ. നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. മീശപ്പുലിമലയിലെ ക്ലൈമറ്റ് എല്ലാം എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആണ്. നമുക്ക് പുറത്ത് നല്ല ചൂടാണെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോൾ ക്ലൈമറ്റ് ആകെ മാറും. സോ നൈറ്റ് നമ്മളങ്ങനെ ക്യാമ്പ് ഫയർ എല്ലാം അറ്റൻഡ് ചെയ്തു. കുറച്ച് നേരം അവിടെ പാട്ടും അന്താക്ഷരി എല്ലാം ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നാളെ രാവിലെ 5:30-ക്കാണ് നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നേരത്തെ എണീറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ സൺറൈസ് കാണാം. ഇപ്പോൾ ഇന്ന് മഴയായതുകൊണ്ട് നാളെ എങ്ങനെയാണ് ക്ലൈമറ്റ് എന്ന് രാവിലെ പറയാൻ പറ്റുള്ളൂ. എന്തായാലും നമ്മൾ 5:30-ക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ എല്ലാവരും പോയി കിടന്നു. സോ രാവിലെ 5:30-ക്ക് നമുക്ക് കോഫിയും സ്നാക്സും ഉണ്ടായിരുന്നു. സോ അത് രണ്ടും കഴിച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, എന്നാലും സഹിക്കാൻ പറ്റുന്ന തണുപ്പാണ്. സോ നമ്മൾ തലേ ദിവസം വന്ന സെയിം ജീപ്പിൽ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. റോഡോ മാൻഷൻ വരെയുള്ള 5 കിലോമീറ്റർ നമ്മൾ ജീപ്പിൽ പോകും. അവിടെ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം മുകളിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ സൺറൈസ് വ്യൂ പോയിന്റ്. അപ്പോൾ നമ്മൾ ഇന്ന് വരുമ്പോഴും രാവിലെ അത്യാവശ്യം മേഘങ്ങളെല്ലാം ഉണ്ട്. ഫുൾ മൂടൽമഞ്ഞാണ് ഇവിടെ. അതുകൊണ്ട് സൺറൈസ് ഒന്നും അങ്ങനെ കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് ഉറപ്പില്ല. എന്തായാലും നമ്മൾ റോഡോ മാൻഷൻ്റെ അവിടെ എത്തി. സോ ഇതാണ് നമ്മുടെ റോഡോ മാൻഷൻ. ആക്ച്വലി ഇവിടെ നിന്നാണ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ചെറിയ രീതിയിൽ പ്രകാശമൊക്കെ വന്നു തുടങ്ങി. ചെറിയ രീതിയിൽ തണുപ്പും കോടയൊക്കെ ഇവിടെ നിന്ന് തന്നെ ഫീൽ ചെയ്ത് തുടങ്ങും കേട്ടോ. നമ്മൾ ഈ റോഡോ മാൻഷനിൻ്റെ അവിടെ നിന്ന് ട്രക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു 500 മീറ്റർ മുന്നോട്ട് നടന്നാൽ നമുക്ക് സൺറൈസ് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ വന്ന ദിവസം നല്ല കോടയായിരുന്നു. സൺറൈസ് പോയിട്ട് സണ്ണിനെ പോലും നമുക്ക് നേരാവണ്ണം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയും കോടയായിരുന്നു. സൺറൈസ് പോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയാണ് വരയാടുകൾ. മീശപ്പുലിമലയുടെ ഭംഗി കൂട്ടുന്നത് ഇവിടുത്തെ വരയാടുകൾ തന്നെയാണ് കേട്ടോ. ഈ മലയിലെ പുല്ലിൻ്റെയും അതുപോലെ വരയാടിൻ്റെയും കളറൊക്കെ ഏകദേശം ഒന്നാണ്. പക്ഷെ ഇവർ അത്യാവശ്യം ഫ്രണ്ട്ലിയാണ്, നമ്മളെ കണ്ടിട്ട് ഓടുന്നൊന്നുമില്ല. നമുക്കെന്തോ ഭാഗ്യം കൊണ്ട് വളരെ അടുത്ത് നിന്ന് വരയാടുകളെ കാണാൻ പറ്റി. സോ മീശപ്പുലിമല എന്ന് പറയുന്നത് ബേസിക്കലി 7 മലകളാണ്, അതായത് 7 കുന്നുകളാണുള്ളത്. നമ്മൾ ആദ്യം ഒരു മല കയറും, പിന്നെ ഇറങ്ങും, പിന്നെ വീണ്ടും അടുത്ത കുന്ന് കയറും, വീണ്ടും ഇറങ്ങും, വീണ്ടും അടുത്ത കുന്ന് കയറും, അത് ഇറങ്ങും. അങ്ങനെ ഒരു 7 മലകളാണുള്ളത്. പിന്നെ നമ്മൾ കയറിയ വഴിയിലൂടെ അല്ല നമ്മൾ തിരിച്ചിറങ്ങുന്നത്, വേറെ വഴിയിലൂടെയാണ്. ട്രക്കിംഗ് എന്ന് പറയുന്നത് ആകെ ഏകദേശം ഒരു 10 കിലോമീറ്റേഴ്സ് അറൗണ്ട് ആണുള്ളൂ. ഇതൊരു ഈസി ടു മോഡറേറ്റ് ട്രക്കിംഗ് ആണ്, അത്ര ഡിഫിക്കൽട്ടൊന്നുമല്ല. നമുക്ക് നമ്മുടെ ഒരു സൗകര്യാർത്ഥം എല്ലാം കുന്ന് കയറി ഇറങ്ങിയാൽ മതി. സോ നമ്മളിതിൽ കയറുമ്പോൾ ആദ്യത്തെ ഒരു കുന്ന് മാത്രം നമുക്ക് കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ട് തോന്നി. ബാക്കി എല്ലാ കുന്നുകളും അത്ര ഡിഫിക്കൽട്ടല്ല, നമുക്കൊരു അനായാസം ഈസി ആയിട്ട് കയറാൻ പറ്റും. ഈസി ടു മോഡറേറ്റ് ട്രക്കിംഗ് എന്ന് പറഞ്ഞാലും അത്യാവശ്യം ഒരു ചെറിയ ഫിറ്റ്നസ്, ബേസിക് ഫിറ്റ്നസ് എല്ലാം ഉണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ വെള്ളവും സാനിറ്റൈസറും കയ്യിൽ വയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ മഴ ഇവിടെ എപ്പോൾ വേണമെങ്കിൽ പെയ്യാം. സോ റെയിൻകോട്ട് കയ്യിൽ വയ്ക്കുന്നത് നല്ലതാണ്. നമ്മൾ ആക്ച്വലി മീശപ്പുലിമലയിലേക്ക് ട്രക്കിംഗ് പ്ലാൻ ചെയ്യുമ്പോൾ മനസ്സിൽ ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, ചാർലി സിനിമയിൽ പറഞ്ഞതുപോലെ മീശപ്പുലിമലയിൽ മഞ്ഞ് പെയ്യുന്നത് കാണണം. അതിനുവേണ്ടിയാണ് വന്നത്. വരയാടുകളുടെ ഒരു ഭംഗി ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്.
മാത്രമല്ല നമ്മളങ്ങനെ ആഗ്രഹിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഇവിടെ വന്നതിന് ശേഷം കോടമഞ്ഞല്ലാതെ വേറൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. കുറേ പേരൊക്കെ ഇവിടെ വന്നിട്ട് ക്ലൗഡ് ബെഡിൻ്റെ വീഡിയോസ് എല്ലാം ഇടുന്ന കണ്ടിരുന്നു. പക്ഷെ നമുക്ക് തലേ ദിവസം മുതൽ ചെറിയൊരു ചാറ്റൽ മഴ ഉള്ളത് കാരണം ക്ലൗഡ് ബെഡ് ഒന്നും കാണാനേ പറ്റിയില്ല. പകരം നല്ല അടിപൊളിയായി കോടയായിരുന്നു. മീശപ്പുലിമലയുടെ യഥാർത്ഥ ഭംഗി കാണാൻ പറ്റുന്നത് ആ കോട അങ്ങ് മാറുമ്പോഴാണ് കേട്ടോ. സോ നമ്മൾ ഒരു കുന്നിങ്ങനെ കയറുമ്പോൾ തളർന്ന് നിൽക്കുവാണെങ്കിൽ കോട അങ്ങ് മാറുമ്പോൾ ആ മല അങ്ങനെ നമ്മൾ വീണ്ടും കാണും. അപ്പം നമുക്ക് വീണ്ടും എവിടുന്നോ എനർജി വന്ന പോലെ തോന്നും. അങ്ങനെയാണ് നമ്മൾ ഈ ട്രക്കിംഗ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തത്. സോ നമ്മുടെ റോഡോഡെൻഡ്രോൺ എന്ന് പറഞ്ഞ പൂവ്, നല്ല ഹൈ ആൾട്ടിറ്റ്യൂഡിൽ മാത്രം കണ്ടുവരുന്ന റോഡോഡെൻഡ്രോൺ എന്ന് പറഞ്ഞ പൂവ് മീശപ്പുലിമലയിലുണ്ട്. അത് നമ്മൾ കുറച്ചുകൂടി മുകളിലോട്ട് പോയാൽ കാണാൻ പറ്റും. ഇപ്പോൾ അതിൻ്റെ സീസണല്ല, അതുകൊണ്ട് അവിടെ ഇവിടെ 1-2 പൂക്കൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഓരോ കുന്ന് കയറും തോറും നല്ല കാറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്, കാറ്റിൻ്റെ വേഗത കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മളപ്പോൾ അങ്ങനെ ലാസ്റ്റ് കുന്നിലെത്തിയപ്പോൾ നല്ല ഹെവി വിൻഡായിരുന്നു. നമ്മളെ അങ്ങ് എടുത്തടിച്ചു കൊണ്ടുപോകുന്നുള്ള നല്ല കാറ്റായിരുന്നു. സോ നല്ല തണുപ്പും ഉണ്ടായിരുന്നു കാറ്റ് കാരണം. കോടയും തണുപ്പും കാറ്റും എല്ലാമായിട്ട് ഒരു അടിപൊളി വെതർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. പൊതുവേ ജനുവരി ഫെബ്രുവരി മന്തുകളിൽ വന്നു കഴിഞ്ഞാൽ നല്ല ക്ലൗഡ് ബെഡുള്ള അന്തരീക്ഷം കിട്ടും, സൺറൈസ് എല്ലാം കാണാൻ പറ്റി നല്ല വെയിലുള്ളൊരു സമയം കിട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് ഈ വെതർ ഓക്കെ ആയിരുന്നു. നമുക്ക് ഇങ്ങനൊരു കാറ്റും കോടമഞ്ഞുമുള്ള ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. അതുപോലെ നമ്മുടെ കൂടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഗൈഡ് എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ. നമ്മൾ പാക്കേജ് എടുത്താണ് വരുന്നതെങ്കിലും അല്ല ഇൻഡിവിജ്വലായിട്ടാണ് വരുന്നതെങ്കിലും നമ്മുടെ ഒപ്പം ഗൈഡ് ഉണ്ടാവും. സോ നമ്മളപ്പോൾ ഇങ്ങനെ നമ്മുടെ അവസാനത്തെ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഫൈനൽ സ്ട്രെച്ചാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൂടി കയറിയാൽ നമുക്ക് മീശപ്പുലിമലയുടെ ഏറ്റവും ടോപ്പ് പോയിന്റിൽ എത്താൻ പറ്റും. ഇവിടെ നല്ല കാറ്റും നല്ല കോടയും ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ടായിരുന്നു. നമ്മുടെ കയ്യിലുള്ള 1-2 പേരുടെ റെയിൻകോട്ടെല്ലാം കാറ്റത്ത് പറന്നുപോയി. സോ നമ്മളിപ്പോൾ ഫൈനലി മീശപ്പുലിമലയുടെ ടോപ്പിലാണ് നിൽക്കുന്നത്. ആൾമോസ്റ്റ് നമ്മളൊരു 7 മലകൾ കയറിയാണ് ഇതിൻ്റെ മുകളിലെത്തിയത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഈസി ടു മോഡറേറ്റ് ട്രയൽ ആയിരുന്നു. സോ നമ്മൾ ഈ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു, കയ്യിലുണ്ടായിരുന്ന സ്നാക്സ് എല്ലാം കഴിച്ചു. ഇനി അവിടെ നിന്ന് തിരിച്ചിറങ്ങുന്നത് വേറെ വഴിയാണ്. സോ അതും നല്ല അടിപൊളി വിഷ്വൽസ് ഉള്ള വഴിയാണ്. നമുക്ക് ഇത്ര കയറ്റങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ കയറ്റങ്ങൾ മാത്രമാണ് തിരിച്ചിറങ്ങുന്ന വഴിയുള്ളൂ. അങ്ങനെ നമ്മൾ പുതിയ കാഴ്ചകളെല്ലാം കണ്ട് നല്ല എക്സൈറ്റഡ് ആയിരുന്നു തിരിച്ചിറങ്ങിയത്. സോ ഇവിടെ തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് അത്ര കാറ്റൊന്നുമില്ല, കാറ്റൊക്കെ എങ്ങോട്ട് പോയെന്ന് പോലും അറിയില്ല, അതുപോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ചെറിയ ചാറ്റൽ മഴ മാത്രമാണ് ഉണ്ടായിരുന്നത്. സോ അങ്ങനെ ഞങ്ങൾ ഒരുപാട് കാഴ്ചകളെല്ലാം കണ്ട് സക്സസ്ഫുള്ളി മീശപ്പുലിമല ട്രക്കിങ്ങും കംപ്ലീറ്റ് ചെയ്തു. നല്ല കോടമഞ്ഞും കാറ്റും എല്ലാം എൻജോയ് ചെയ്തു. സോ ചാർലി സിനിമ കണ്ടതിന് ശേഷം ഒരുപാട് ഇൻസ്പയർ ആയിട്ടുള്ളൊരു സ്ഥലമാണ് മീശപ്പുലിമല. ഒരുപാട് പേർക്ക് ട്രാവൽ ചെയ്യാൻ ഇൻസ്പിറേഷനായ ഒരു സിനിമയും ഒരു സ്ഥലവും കൂടിയാണ് ഈ മീശപ്പുലിമല എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ട്രക്കിംഗ് ലൈഫിൽ ഒരു വട്ടമെങ്കിലും വന്നിരിക്കേണ്ട ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. കേരളത്തിലെ ഏറ്റവും ടോപ്പ് 10 ട്രക്കുകൾ എടുത്താൽ അതിൽ ഫസ്റ്റ് പ്ലേസ് വേണമെങ്കിൽ മീശപ്പുലിമലയ്ക്ക് കൊടുക്കാം, അത്രയും ഭംഗിയാണ്. പിന്നെ പുൽമേട് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരുവിധം എല്ലാ ഏജുകാർക്കും നമുക്കിവിടെ വന്ന് ട്രക്കിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ ഹെവി വർക്കൗട്ടോ ഫിറ്റ്നസ് ഒന്നും വേണ്ട, നമുക്കൊരു ബേസിക് ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ട്രക്കിംഗ് സുഖമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. തിരിച്ച് നമ്മൾ ബേസ് ക്യാമ്പിൽ എത്തിയതിന് ശേഷം അവിടുന്ന് ഫുഡും കഴിച്ചായിരുന്നു മടക്കം. സോ ഇതൊക്കെയാണ് കേരളത്തിലെ ഫസ്റ്റ് ഹയസ്റ്റ് ട്രക്കബിൾ സ്പോട്ടായിട്ടുള്ള മീശപ്പുലിമലയിലെ വിശേഷങ്ങൾ. മറ്റൊരു ട്രാവൽ സ്പോട്ടുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.